ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് എന്നും വെറൈറ്റി ആണെന്നാണ് പറയുന്നത്. അപ്പം ഇന്നൊരു ക്യാപ്സിക്കം, ചിക്കൻ, എഗ്ഗ് ഇതെല്ലാം കൂടെ ചേർത്തൊരു ബജ്ജി, ചിക്കൻ ആൻഡ് എഗ്ഗ്. അതപ്പം അതിന് വേണ്ടത് ഞാൻ ഒരു 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചിക്കൻ മിക്സ് ചെയ്തത്, പിന്നെ നല്ലൊരു വലിയ പച്ചമുളക്, പിന്നെ 3 എഗ്ഗ്, പിന്നെ അതിന് വേണ്ട ചില സംഗതികളുണ്ട്. ഒരു ബ്രെഡ്, 3 പീസ് ബ്രെഡ്, പിന്നെ സ്വല്പം ബട്ടർ. ഇത്രയും സംഗതികളാണ് ഇതിന് വേണ്ടിയത്. അപ്പം സാധാരണ നമ്മൾ ചിക്കൻ പിന്നെ എഗ്ഗ് എടുക്കുന്നത് പോലെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നല്ല വലിയൊരു ഉള്ളി ചെറുതായിട്ടരിഞ്ഞ്, മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. 3 മുട്ട ഇതിലേക്ക് അടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. മുട്ട, ഉള്ളി, പച്ചമുളക്, സ്വല്പം ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഭംഗിയായിട്ട്. മുട്ട എന്ന് പറയുന്നത് ഒത്തിരി അടിച്ചു പതപ്പിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മയം കിട്ടും. അപ്പോൾ നല്ലതുപോലെ മുട്ട നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. പതപ്പിച്ചു. ഉപ്പുണ്ടോ എന്ന് നോക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പം നല്ലപോലെ പതപ്പിക്കണം അടിച്ച്. എന്നിട്ട് അതിന് വേണ്ട ചീസ്, ഒരു 3 ക്യാപ്സിക്കം ആണല്ലോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ചീസ് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. അതിനെ യൂസ് ചെയ്യാൻ. പിന്നെ ബ്രെഡ് ഞാൻ 3 എണ്ണം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനും ഉണ്ട്. അതപ്പം അത് ഞാൻ ഫില്ല് ചെയ്യുന്നത് കാണിക്കാം. ക്യാപ്സിക്കം ഇങ്ങനെ അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തെ ആ സീഡ്സ് അങ്ങ് മാറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ശേഷം അതിൻ്റെ സീഡ്സ് അതിൻ്റെ കൂടെ ഇങ്ങനെ പൊട്ടിപ്പോരുത്. ഓക്കെ, സീഡ്സ് മാറ്റി. അപ്പം നമുക്കതിലേക്ക് ഫില്ല് ചെയ്യണം. ഈ ക്യാപ്സിക്കത്തിനകത്ത് ഫില്ല് ചെയ്യാണ്. കണ്ടോ, 3 ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്ക് അത് വെക്കേണ്ട പാൻ ഒന്ന് ഹീറ്റാക്കി എടുക്കും. ഒന്നുമില്ല. അപ്പം സ്വല്പം ഒന്ന് ഓയിലൊന്ന് കാണിച്ചു കൊടുക്കും. അധികം വേണ്ട. പാനൊന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഫില്ലിങ്സ് ശരിയാക്കാം. അപ്പം അടിച്ചു വച്ചിരിക്കുന്ന മുട്ട, ചിക്കന്, ബ്രെഡ്, ബട്ടർ എല്ലാം ഇതിനകത്ത് ഫില്ല് ചെയ്യണം. നമുക്ക് അതിലേക്ക് ഒഴിക്കുകയാണ്. ഇടയ്ക്ക് ചിക്കനൂടെ ഫില്ല് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും
മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. മറ്റേതിലും മുട്ട ഇതുപോലെ ഒഴിക്കും. വീട്ടിൻ്റെ ആളിൻ്റെ അനുസരിച്ച് ക്യാപ്സിക്കം എത്രയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഇനി മുട്ട ഫില്ല് ചെയ്ത് ഇനി ചിക്കൻ ഫില്ല് ചെയ്യാം. വീണ്ടും ബാക്കിയിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഒഴിക്കുക. തന്നെ എഗ്ഗ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിലോട്ട് ബാക്കിയിരിക്കുന്ന കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, അത് തന്നെ ഫില്ല് ചെയ്യും. അങ്ങനെ അത് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഓരോ പീസ് ബട്ടർ കൂടെ ബ്രെഡിനകത്ത് വെച്ചിട്ട്, ബ്രെഡ് വെക്കുന്നതിന് മുൻപ് ഒരു പീസ് ബട്ടർ വെച്ച്, കണ്ടോ ബട്ടർ വെച്ച് കണ്ടോ, എന്നിട്ട് ഇവൻ അങ്ങ് അടയ്ക്കുക. 3 എണ്ണത്തിലും ബട്ടർ വെക്കുന്നു. മൂന്നെണ്ണത്തിലും ബട്ടർ വെച്ചു. അപ്പം ഇനി എന്നിട്ട് ഈ അളവിൽ നമ്മൾ ബ്രെഡ് പീസ് എടുത്തേക്കുന്നു, അതങ്ങോട്ടങ്ങ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ചീസ് ഇഷ്ടമുള്ളവർക്ക് ചീസും വെക്കാം. വേണ്ട, 3 എണ്ണം ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് ഇവനെ ഒരു അടപ്പ് വെച്ച് അടയ്ക്കണ്ടേ. ഇതിൻ്റെ അടപ്പ് തന്നെ വെച്ചടയ്ക്കാൻ പോവാം. മൂന്ന് ക്ലോസ് ചെയ്യും. ഇത് പോരാതിരിക്കാൻ നമുക്ക് ഇത് വെച്ച് അടയ്ക്കുകയാണ്. മൂന്നെണ്ണം ക്ലോസ് ചെയ്ത് ഇനി നമുക്ക് ഈ പാനിലേക്ക് വെക്കാം. പാൻ നല്ലപോലെ ചൂടായി കിടക്കും. ക്ലോസ് ചെയ്യാം. 5-10 മിനിറ്റ് അതിനകത്തിരുന്ന് ഒന്ന് ബേക്ക് ചെയ്യട്ടെ. നമ്മുടെ സ്റ്റഫ് ചെയ്യാൻ വെച്ച ക്യാപ്സിക്കം തന്നെ ആയി നോക്കാം. ഒരെണ്ണം എടുത്തു, വേണ്ട നമുക്കൊരെണ്ണം ഒന്ന് കട്ട് ചെയ്യാം. കണ്ടോ, അതതിൻ്റെ അടപ്പ്. നമുക്കിനി കഴിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. സ്റ്റഫ്ഡ് ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്.
അതുപോലെ എല്ലാം എടുത്ത് പീസാക്കുക. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യാം. അപ്പം ഇനിയും ഇതിൻ്റെ മുകളിൽ സ്വല്പം ടൊമാറ്റോ സോസ് കൂടെ ഒഴിക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ മയോണൈസ് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ അത് ഫുള്ളായിട്ടുള്ള ഒരെണ്ണമാണിത്. അത് ഞാൻ കട്ട് ചെയ്തില്ല, മറ്റേത് കട്ട് ചെയ്തതാണ് ഈ ഇരിക്കുന്നത്. സ്റ്റഫ്ഡ് ക്യാപ്സിക്കം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു നോക്കുക. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ബൈ ബൈ.